രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് അഭിമാനമാണ് INS ദ്രോണാചാര്യ. INS ദ്രോണാചാര്യ ഒരു പുതിയ ചരിത്രം എഴുതുകയാണ്. INS ദ്രോണാചാര്യയ്ക്ക് പ്രസിഡന്റ്സ് കളർ അവാർഡ് സമ്മാനിക്കുന്നു. INS ദ്രോണാചാര്യയെക്കുറിച്ച് അറിയാം ഈ പ്രത്യേക പരിപാടിയിലൂടെ. ഒരു ജനതയ്ക്ക് കടലാഴങ്ങളോളം കരുതൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും കരുത്തായി കാവലായി തലയെടുപ്പോടെ അവർ സദാസമയം ജാഗരൂകരാണ്. ഇന്ത്യൻ നാവികസേന. അപകടം, ദുരന്തം എന്തിനും ഒരു വിളിപ്പാടകലെ. ഇനി യുദ്ധമുഖത്തെങ്കിൽ ജയമുറപ്പെന്ന മനോവീര്യത്തോടെ. 5000-ഓളം വർഷത്തെ പാരമ്പര്യമുള്ള സേന കാലാതീതമായ മാറ്റങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാൽ സമുദ്രാതിർത്തികൾ ഇമചിമ്മാതെ കാക്കുന്നു. കാലോചിതമായ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും അനിവാര്യതയാണ്. ആയുധബലം കൊണ്ടും അംഗബലം കൊണ്ടും ലോകത്ത് 4ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ നേവിയുടെ ഏക സായുധ പരിശീലന കേന്ദ്രമാണ് INS ദ്രോണാചാര്യ. ആ ദ്രോണാചാര്യയെ തേടിയാണ് പ്രസിഡന്റ്സ് കളർ അവാർഡ് എത്തിയിരിക്കുന്നത്. ഒരു സായുധ സേനാ യൂണിറ്റിന് നൽകുന്ന ഏറ്റവും പരമോന്നതമായ ബഹുമതിയാണ് പ്രസിഡന്റ്സ് കളർ അവാർഡ്. പ്രസിഡന്റ് ദ്രൗപദി മുർമു അടുത്ത ദിവസം അവാർഡ് സമ്മാനിക്കും. So the President's Color is basically given to a military unit in recognition of the service that it has done over the years in both peace and war. And it's the highest honor that can be bestowed on a military unit by the President of India. So for us, now it's a matter of pride and privilege to be awarded the President's Color. And it is been almost 80 years since the gunnery school started functioning. And as you know, in any combat operation, the essence of the operation or the outcomes are decided finally by the ordnance that is delivered on target. And this ordnance delivery on target is what we train for. And we've been doing this, the gunnery school has been doing this now for the last 80 years. And there are a large number of operations which Operation Trident, Operation Python, the missile attacks on Karachi Harbour, all of them, the training that was behind that is what is conducted here. നാവികസേനയുടെ പ്രധാനപ്പെട്ട സായുധ പരിശീലന കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചിയിൽ 1.4 ഏക്കറിൽ കരയോളം വിശാലമായ ദ്രോണാചാര്യ. ഒരു നാവിക പരിശീലന കേന്ദ്രത്തിന് അനുയോജ്യമായ ഭൂപ്രകൃതി ദ്രോണാചാര്യയെ മികവുറ്റതാക്കുന്നു. ചരിത്രത്തിൽ സ്വാതന്ത്ര്യത്തിനു മുമ്പ് റോയൽ നേവിയുടെ ഭാഗമായിരുന്ന പരിശീലന കേന്ദ്രം കറാച്ചിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാന്റെ ഭാഗമായ കറാച്ചിയിൽ നിന്നും കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ INS വെണ്ടുരുത്തിയിലേക്കും ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയിലെ കടൽ തീരത്തേക്കും മാറ്റുകയായിരുന്നു. ഏറ്റവും ചെറിയ പിസ്റ്റളുകളിൽ തുടങ്ങി മിസൈലുകൾ, റഡാറുകൾ ഉൾപ്പെടെ ഇന്ത്യൻ നാവികസേനയുടെ നാവികർ പരിശീലനം നടത്തുന്നത് INS ദ്രോണാചാര്യയിലാണ്. ഈ കാണുന്നതെല്ലാം യഥാർത്ഥത്തിലുള്ള ആയുധങ്ങളാണ്. ഇവിടെ പരിശീലനം നേടിയതിനു ശേഷമാണ് ഇവർ പുറംകടലിൽ പോയി പരിശീലനം നടത്തുക. അത്യാധുനിക തോക്കുകൾ മുതൽ മാരക പ്രഹരശേഷിയുള്ള മിസൈലുകൾ വരെ ദ്രോണാചാര്യയിലുണ്ട്. റിയലിസ്റ്റിക് സാഹചര്യങ്ങളിലാണ് പരിശീലനമെന്നത് ദ്രോണാചാര്യയെ വ്യത്യസ്തമാക്കുന്നു. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ നാവികനും ഒന്നാന്തരം പോരാളികളാണെന്നത് പല സന്ദർഭങ്ങളിലും തെളിയിക്കപ്പെട്ടതാണ്. കടൽ കൊള്ളക്കാരെയും തീവ്രവാദികളെയും കടലിലൂടെയുള്ള മയക്കുമരുന്ന് കടത്തും പ്രതിരോധിക്കാൻ
കമാൻഡോ ഓപ്പറേഷന് സമാനമായ രീതിയിൽ ഓരോ നാവികനെയും സ്ഫുടം ചെയ്തെടുക്കുന്നത് ഇവിടെയാണ്. In any kind of piracy attack or any kind of takeover of a ship, ആദ്യം അവർ കൺട്രോൾ ചെയ്യുന്ന ബ്രിഡ്ജ് ആയിരിക്കും ആൻഡ് ദെൻ ദേ ടേക്ക് ഓവർ ദി ഹോൾ ഷിപ്പ് ഫ്രം ദി ബ്രിഡ്ജ്. അങ്ങനെയാണ് സംഭവിക്കുക. സോ നമ്മളിപ്പോൾ ഒരു ഷിപ്പ് സേ ലൈക്ക് ഐ സെഡ് പൈറസി അറ്റാക്കോ എങ്ങനെ വരുമ്പം ദേ ടേക്ക് ഓവർ ദി ഹോൾ ഷിപ്പ്. അതിനെ ചാലഞ്ച് ചെയ്തിട്ട് അതിനെ ടേക്ക് ഓവർ തിരിച്ച് പിടിക്കുന്ന ഓപ്പറേഷൻ, അതായത് നേവി ലോഞ്ച് ചെയ്യുന്ന ഓപ്പറേഷനാണ് VBSS, അതായത് വിസിറ്റ് ബോർഡ് സെർച്ച് ആൻഡ് സീജർ. അത് വിസിറ്റ് ചെയ്യുക, ആ ഷിപ്പിൻ്റെ അടുത്ത് പോവുക, ബോർഡ് ചെയ്യാൻ തന്നെ മേലോട്ട് കയറുക. ഇൻസേർഷൻ നമ്മളിപ്പോൾ കണ്ട പോലെ അത് മേ ബി ഫ്രം ബോട്ട്, ഈ ബോട്ടിൽ നിന്ന് ലാഡർ മേലോട്ട് ഇട്ടിട്ട് ആവാം, അല്ലെങ്കിൽ ഹെലോ ഇൻസേർഷൻ ആവാം, ഈ സ്ലിതറിങ് ചെയ്ത പോലെ. അത് കഴിഞ്ഞിട്ട് മേലെ കയറും, പിന്നെ സെർച്ച് ചെയ്യും ഫുൾ ഓൾ ദി സ്പേസസ്, മിഷനറി സ്പേസസ്. പിന്നെ ഫൈനലി ബ്രിഡ്ജിൽ പോയിട്ട് ടേക്ക് ഓവർ ചെയ്യുന്നതാണ്, പിന്നെ റെസ്ക്യൂ ചെയ്യുക. VBSS ഓപ്പറേഷൻസിൽ 2 ടൈപ്സ് ഉണ്ട്. അതായത് കംപ്ലയൻറ്റ് ആൻഡ് നോൺ കംപ്ലയൻറ്റ് ബോർഡിംഗ് എന്ന് പറയും. കംപ്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മാസ്റ്റർ ഓഫ് ദ വെസലിനോട് ചോദിക്കും, എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ ഓക്കെ ആണോ, ഞങ്ങൾ ബോർഡ് ചെയ്യാൻ വരികയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലെ അങ്ങനെ എന്തെങ്കിലും എല്ലാം ചോദിക്കും. സോ ഇഫ് ദർ ഇസ് എനി നോൺ കംപ്ലയൻസ് ദേ ലെറ്റ് us know. ഇല്ല നിങ്ങൾ വരണ്ട അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദേ ആർ നോൺ കംപ്ലയൻറ്റ്. സോ ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദേ വിൽ ഹാം us or they might fire on us. There might be some armed people on board. So we കെയർഫുള്ളി സീ ദാറ്റ്. ഒരു സാനിറ്റൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. അതായത് മേലെ ഞങ്ങളുടെ ഹെലികോപ്റ്റർ പോയിട്ട് മേലെ പോയി ഒരു 2-3 സാനിറ്റൈസേഷൻ ചെയ്യും. അപ്പോൾ സാനിറ്റൈസേഷൻ ചെയ്യുമ്പോൾ ഡെക്കിൻ്റെ മേലെ ആരും ഇല്ലല്ലോ, ആംസ് കൊടുത്തിട്ട് ആരും ഇല്ലല്ലോ, അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസെർഷൻ ചെയ്യുന്നത്. സോ നമ്മളെ ഷിപ്പുള്ള ടീംസ് തന്നെ VBSS ഓപ്പറേഷൻസ് ചെയ്യുന്നത് അത് കംപ്ലയൻറ്റ് ബോർഡിംഗ് ആണ്. നോൺ കംപ്ലയൻറ്റ് ബോർഡിംഗിൽ നമ്മളെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ടീം ലൈക്ക് മാർക്കോസ്, മറീൻ കമാൻഡോസ് ഒക്കെ ദേ കം ഇൻ ബിക്കോസ് ദേ ആർ മോർ സ്പെഷ്യലൈസ്ഡ് ഓപ്പറേഷൻ, ദാറ്റ് ഈസ് നോൺ കംപ്ലയൻറ്റ് ബോർഡിംഗ്, wherein there is likely retaliation or non-compliance from the ship. Now the Sagar Prahari Bal or the SPB Training Center, it was established in response to the 26/11 Mumbai attacks. So after that this center was established and it became a nodal agency to train our men and officers for any anti-terrorist operations and also to enhance the security of our coastal establishments, naval establishments, ports as well as ships. So as we know that Indian Navy has a primary role to ensure slog protection, that is the sea lanes of communication, and also the protection of all merchant shipping starting from West Strait of Hormuz till all the way in the IOR and in the east to the Malacca Strait and the Sunda Strait. So training for all the operations which are to be undertaken in constabulary part in this whole area, including the IOR, which includes anti-terrorist operations, anti-piracy operations and VBSS, that is the visit board search and seizure operations, that is being undertaken at SPB. Further, SPB also is responsible to train personnel from other state police forces and the marine wings of police forces, which include the Gujarat police and the Kerala police. സേന ഉപയോഗിക്കുന്ന എല്ലാ വിധത്തിലുമുള്ള ആയുധങ്ങളും ഇവിടെ പരിശീലിപ്പിക്കുന്നു. ഇനി ലൈവ് പരിശീലനങ്ങൾ നടക്കാത്ത സാഹചര്യങ്ങളിൽ വിർച്വൽ റിയാലിറ്റിയുടെ സാധ്യത ഉപയോഗപ്പെടുത്തിയുള്ള സിമുലേറ്റർ റൂമുകളും സജ്ജീകരിച്ചിട്ടുണ്ട്.
So technology has permeated all our forms of life. Every part of our life has been reflected or influenced by technology in some or the other way. So armed forces also, we have tried to consolidate our training and improve the quality of training by using the technology. So most important part of the technology which has been incorporated is the virtual reality and the augmented reality. So where we are standing right now is the Naval Small Arms Training Simulator. So what this Naval Small Arms Training Simulator does is, it gives a realistic and practical and a real-time feel of firing which otherwise cannot be given in the real time. So when we are firing here, before moving to the actual firing range, the firers can be here, they can have the actual feel of how the weapon fires, what is the recoil, what are the score which they are achieving, how they are firing with respect to the target. So all these things can be done at the Indian Naval Small Arms Training Simulator. Most important thing to note here is that we can replicate any scenario here which otherwise will not be possible to be replicated in real time in the real firing range. So if I want to replicate a scenario of an attack or a terrorist attack like 26/11, or an attack on any ships or any naval port or establishment, or a VBSS scenario, that the visit board search and seizure scenario, or an anti-terrorist operation, all those scenarios can be replicated and created here in the Small Arms Training Simulator, and firing can be accordingly done and personnel can be trained. ദ്രോണാചാര്യയിലെ ഗൺഗ്രിഡാണ് മറ്റൊരു സവിശേഷത. അറബിക്കടലിന് അഭിമുഖമുള്ള ഗൺഗ്രിഡിൽ 12.7 mm SRCG, 30 mm ക്ലോസ് റേഞ്ച് തോക്കുകൾ, 76.2 mm റേഞ്ചിലുള്ള മീഡിയം റേഞ്ച് തോക്കുകൾ, മിസൈൽ കണ്ടെയ്നറുകൾ ഉൾപ്പെടെയുള്ള ആയുധശേഖരങ്ങൾ കാണാം. ഈ ആയുധങ്ങൾ എല്ലാം റഡാറുകളുമായും ഒപ്റ്റിക്കൽ സെൻസറുകളുമായും സർവെയിലൻസ് റഡാറുകളുമായും ബന്ധിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ വനിതാ ഗണ്ണറി ഓഫീസർ ദീപ്തി ചൌഹാൻ ദ്രോണാചാര്യയിൽ ഇൻസ്ട്രക്ടറാണ്. In 2014, I was nominated to undergo gunnery and missile training at INS Dronacharya. I was the first woman officer nominated by Indian Navy to undergo the gunnery specialization course at INS Dronacharya. It was indeed a privilege and an honor to undergo this gunnery specialization because of its physical and because it's challenging both in physical and mental term. On completion of the training, I was also appointed as an instructor at this institution, where the training which I imparted to other training officers and sailors to become specialists to serve onboard ships and submarines. നാവിക പരിശീലനത്തിന് മാത്രമായി നേവൽ ഷിപ്പുകളിൽ നിരവധി ആയുധങ്ങളും സെൻസറുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. നാവികർക്ക് പുറമെ കോസ്റ്റൽ പോലീസിനും ഇവിടെ പരിശീലനം നൽകി വരുന്നു. INS ദ്രോണാചാര്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്ലോക്കിലാണ് നമ്മളുള്ളത്. ഗാന്ധീവം എന്ന ഈ ബ്ലോക്കിലാണ് ക്ലാസ് റൂം ട്രെയിനിങ്ങുകൾ ഉൾപ്പെടെ നടക്കുക. ഏറ്റവും പ്രധാനം INS ദ്രോണാചാര്യയെ വ്യത്യസ്തമാക്കുന്നത് 30 സൗഹൃദ രാഷ്ട്രങ്ങൾക്കാണ് ഇവിടെ പരിശീലനം നൽകുന്നത് എന്നാണ്. ആ രാജ്യങ്ങളുടെ ഫ്ലാഗുകളാണ് ഈ കാണുന്നത്. പ്രാക്ടിക്കൽ പരിശീലനത്തോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് തിയറി ക്ലാസുകളും. തോക്കുകളും മിസൈലുകളുടെയും പ്രവർത്തനങ്ങൾ പഠിപ്പിക്കുന്നതിനായി മോഡൽ റൂമുകളോടുകൂടിയ അത്യാധുനിക ക്ലാസ് മുറികൾ ഗാന്ധീവം എന്ന ബ്ലോക്കിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള മൗറീഷ്യസ്, മാലിദ്വീപ്, ശ്രീലങ്ക തുടങ്ങി 30 രാജ്യങ്ങളിലെ നാവികർക്കും ഇവിടെ പരിശീലനം നൽകി വരുന്നു.
ആണ് ട്രെയിനിങ് ബ്ലോക്ക്. ഇവിടെ എല്ലാ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻസും നടക്കുന്നത് ഇവിടെയാണ്. അതുമാത്രമല്ല പ്രാക്ടിക്കൽ ലാബ് ട്രെയിനിങ് ഇതെല്ലാം ട്രെയിനിങ് ബ്ലോക്കിലാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓഫീസേഴ്സിന് സെയിലേഴ്സിന് ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഫോറിൻ ട്രെയിനീസ് ഓൾസോ ട്രെയിൻ ഹിയർ. ഇത് ബേസിക്കലി മോഡൽ റൂമാണ്. ഇവിടെ നമ്മൾ വേരിയസ് മിസൈൽസിൻ്റെ കട്ട് സെഷൻസ്. സോ ഒരു മിസൈലിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയാൻ വേണം. നമ്മളൊരു ലൈവ് മിസൈൽ എടുത്തു കഴിഞ്ഞാൽ അകത്തെന്താ നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ കട്ട് സെഷൻ ട്രാൻസ്പെറൻറ്റ് മോഡൽസ് ഉണ്ട്. സോ നമ്മൾ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റിന് മനസ്സിലാവും അകത്ത് ഓരോ പാർട്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഇൻട്രാക്ഷൻസ് എങ്ങനെയാണ്. അതിനുവേണ്ടിയാണ് ഈ മോഡൽ റൂം യൂസ് ചെയ്യുന്നത്. പിന്നെ ചില എക്യുപ്മെൻറ്റ്സ് നമുക്ക് ലൈവായിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഫയറിംഗ് ഒക്കെ റേഞ്ച് ക്ലിയറൻസ് ഒക്കെ വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ സിമുലേറ്റർ യൂസ് ചെയ്യാറുണ്ട്. അത് സിമുലേറ്റഡ് ആയിട്ട് നമുക്ക് ഡ്രിൽസ് ചെയ്യാം. ഒരു ട്രെയിനിങ്ങിൻ്റെ ബേസിക് എത്തോസ് എന്ന് പറഞ്ഞാൽ ഡ്രിൽ ടു സ്കിൽ. അതായത് നമ്മൾ ഒരു ഫയറിംഗ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഡ്രിൽ ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അതിനുശേഷമാണ് ലൈവ് എക്യുപ്മെൻറ്റിൽ പോകുന്നത്. അതിനായിട്ടാണ് പ്രധാനമായിട്ട് സിമുലേറ്റേഴ്സും ഈ മോഡൽ റൂംസൊക്കെ ഉപയോഗിക്കുന്നത്. ട്രെയിനിങ്ങിന് മാത്രമല്ല തീരസംരക്ഷണവും ദ്രോണാചാര്യയുടെ ചുമതലയിൽപ്പെടുന്നു. കൊച്ചി ഹാർബർ ഉൾപ്പെടുന്ന തീരത്തെ നിരീക്ഷണങ്ങൾക്കും റഡാറുകൾ ഉപയോഗപ്പെടുത്തുന്നു. So we have a very important role as far as the coastal security is concerned. In fact, we have the Naval Coastal Battery, which is placed at INS Dronacharya. It works in different segments. We provide the surveillance for sea with regards to the radar equipments which are placed over here, followed by the weapon systems which are placed, which also acts in case of any infringement of any unidentified sailing vessel which is coming into the from this area. Make it go further, we also have the naval anchorage surveillance system which is also placed. So what we have is the Naval Examination Center which we control. We have a designated anchorage area where at wartime we have merchant vessels anchored, and thereafter they are our weapons are trained at them, and thereafter the boarding party embarks the vessel, and only thereafter are they allowed to enter the Kochi harbour. Apart from that, as you are aware, we also have the Sagar Prahari Bal. So they are employed as part of the constabulary role, in which they provide security for the coastal services in tandem with the coastal police. We also train the Kerala police for carrying out maritime patrols and their duties for coastal security. പണ്ട് നാട്ടുരാജ്യങ്ങൾ ആ രാജ്യത്തിന്റെ പതാകകൾ സാമ്രാജ്യത്വ ശക്തികൾക്ക് കൈമാറിയിരുന്നതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് പ്രസിഡന്റ് കളർ അവാർഡ്. വെറുമൊരു ബഹുമതി എന്നതിനപ്പുറം പ്രസിഡന്റ് കളർ അവാർഡ് ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. ഇതുവരെ തുടർന്നിരുന്ന പ്രവൃത്തികൾ കൂടുതൽ കാര്യക്ഷമതയോടും സമഗ്രതയോടും അച്ചടക്കത്തോടും തുടരാനുള്ള ഉത്തരവാദിത്തം. പ്രസിഡന്റ് ദ്രൗപദി മുർമു പ്രസിഡന്റ് കളർ അവാർഡ് സമ്മാനിക്കുന്നതോടെ INS ദ്രോണാചാര്യയും പുതിയൊരു ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. അഭിമാന നിമിഷങ്ങളിലാണ് INS ദ്രോണാചാര്യ. നാവികസേനയുടെ ഏക ആയുധ പരിശീലന കേന്ദ്രമായ INS ദ്രോണാചാര്യ നമ്മുടെ സ്വന്തം ഫോർട്ട് കൊച്ചിയിലായതിൽ നമുക്കും അഭിമാനിക്കാം. അറബിക്കടലിന്റെ തീരത്ത് കരുത്തായി കാവലായി നിൽക്കുകയാണ് INS ദ്രോണാചാര്യ.